പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. സിറിയയിലെ ദുറൂസ് സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് സിറിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങി 3 ആഴ്ച പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സിറിയയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനു പിന്നിൽ ഈ ഒരു സമൂഹത്തിന് നേരെ മുൻപും ഇസ്രായേൽ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വർഷങ്ങളായി തന്നെ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവർക്ക് എതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നേരെ ഇസ്രായേൽ വിരൽ ചൂണ്ടുകയും അവിടെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ട്രൂസ് ജനതയ്ക്ക് നേരെയുള്ള ദ്രോഹം അത് അനുവദിക്കാനാകില്ല എന്നും അവരെ പ്രതിരോധിക്കുന്നതിനും മേഖലയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും തുടർന്നും തങ്ങൾ പ്രവർത്തിക്കുമെന്നും ഇസ്രായേൽ സൈന്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. സിറിയയിലെ ട്രൂസിന്റെ പ്രതിരോധത്തിനായി തന്നെ ഇസ്രായേൽ നേരത്തെയും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തെക്കൻ സിറിയയിലെ സൈനിക കോമ്പൗണ്ടുകളിലെ ഒരു കമാൻഡ് സെന്ററും ആയുധങ്ങളും ലക്ഷ്യം വെക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേപോലെ ട്രൂസ് എന്നത് അല്ലെങ്കിൽ ഈ ഒരു സമൂഹമാകട്ടെ, ഇവർ അറബി ഭാഷയും സംസ്കാരവും പിന്തുടരുന്നവരും ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരുമായ, അതുപോലെ ചരിത്രപരമായി തന്നെ സിറിയയിൽ വസിക്കുന്ന ഒരു നിഗൂഢമായ ജനസമൂഹമാണ് ട്രൂസ് എന്നത്. സിറിയ, ലെബനൻ, അതേപോലെ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലാണ് ഇവർ പ്രധാനമായും തന്നെ വസിക്കുന്നത്. ട്രൂസ് വിശ്വാസം ഷിയ ഇസ്ലാമിന്റെ ഒരു ശാഖയാണ്. ലോകത്താകമാനം ഏകദേശം 10 ലക്ഷം അനുയായികളിൽ പകുതിയും സിറിയയിലാണ് താമസിക്കുന്നത്. ജനസംഖ്യയുടെ ഏകദേശം 3% ഇവ വരുന്നത്. ഇസ്രായേലിലെ ദുറൂസ് സമൂഹമാകട്ടെ പ്രധാനമായും ഇസ്രായേൽ രാഷ്ട്രത്തിനോട് വിശ്വാസ്യത പുലർത്തുന്നവരാണ്. ഇസ്രായേൽ സൈന്യത്തിലും ട്രൂസ് വിഭാഗക്കാരേറെയാണ്. ഇസ്രായേലി സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ചുകൊണ്ട് ഇസ്രായേലിലും അതേപോലെ തന്നെ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലും ഏകദേശം 1,52,000-ലധികം ട്രൂസ് ആളുകൾ താമസിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സിറിയയിലെ ഏകദേശം 14 വർഷത്തെ ആ ഒരു ആഭ്യന്തര യുദ്ധകാലത്ത് ദുറൂസ് വിഭാഗക്കാർ തെക്കൻ സിറിയയിൽ സ്വന്തം സായുധ സേനയെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഡിസംബറിൽ ആസാദിന്റെ ആ ഒരു പതനത്തിന് ശേഷം തെക്കൻ സിറിയയിൽ അധികാരം സ്ഥാപിക്കാനുള്ള വിമത ഭരണകൂട ശ്രമങ്ങളെ ദുറൂസ് വിഭാഗം അവിടെ ചെറുത്ത് നിൽക്കുകയാണ് ചെയ്തത്. സുബൈദിലെ ഔദ്യോഗിക സിറിയൻ സുരക്ഷാ സാന്നിധ്യത്തെ എതിർക്കുകയും അതേപോലെ സിറിയൻ സൈന്യവുമായി തന്നെ സംയോജിപ്പിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ദുറൂസ് ജനതയ്ക്കെതിരെ തന്നെ സമീപകാല ആക്രമണങ്ങളെ സിറിയൻ സർക്കാർ അപലപിക്കുകയും അതേപോലെ തെക്കൻ സിറിയയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഉറപ്പ് നൽകുകയും ചെയ്തതായി തന്നെ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നു. എന്നാൽ UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആകട്ടെ അതായത് ഈ ഒരു യുദ്ധം നിരീക്ഷിക്കാൻ ദുറൂസ് ജനതയെ സൈന്യം ഇല്ലാതാക്കുന്നതായി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മെയ് മാസത്തിൽ സംഘർഷത്തിനിടെ തന്നെ ദുറൂസിനെതിരെ തന്നെ ആക്രമണങ്ങൾക്കെതിരായ മുന്നറിയിപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ അവിടെ വലിയ രീതിയിൽ ആ ഒരു കൊട്ടാര സമുച്ചയത്തിന് നേരെ വലിയ രീതിയിലൊരു ആക്രമണം നടത്തിയിരുന്നു. അതേസമയം സിറിയയിലും ലെബനനിലും ചില ദുറൂസ് നേതാക്കൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി തന്നെ ഇസ്രായേൽ ദുറൂസ് വിഭാഗത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന ആരോപണങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.